മാഷേ, ഞാൻ കോപ്പി അടിച്ചിട്ടില്ല മാഷേ, കോപ്പി അടിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് കരയുന്നവനെ ഒരു ദാക്ഷിണ്യം കാണിക്കാതെ ഞാൻ തന്നെ അടിച്ചു. ഒന്നല്ല, രണ്ടല്ല, കയ്യിലുണ്ടായിരുന്ന ചൂരിൽ പൊട്ടുന്നത് വരെ ഞാൻ അടിച്ചു. അതും അവൻ്റെ മുട്ടിന് താഴെ കാലിൽ. ഞാൻ അടിക്കുന്ന ഓരോ അടിക്കും അവനോട് ഞാൻ ചോദിച്ചു, നീ കോപ്പി അടിക്കുമോ? ഇനി നീ കോപ്പി അടിക്കുമോ എന്ന്. അവൻ അതിനെല്ലാം ഇനി അടിക്കില്ല എന്നതിന് പകരം ഞാൻ കോപ്പി അടിച്ചിട്ടില്ല മാഷേ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിൻ്റെ ദേഷ്യം ഇരട്ടിക്കുകയായിരുന്നു ചെയ്തത്. കയ്യിലെ ചുരുൾ പൊട്ടിയപ്പോൾ സ്റ്റാഫ് റൂമിൽ പോയി മറ്റൊരു ചുരുൾ കൊണ്ടുവരാനായി ക്ലാസ് ലീഡറെ ഏൽപ്പിച്ചു. അവൻ ചുരുൾ എടുത്തു കൊണ്ടുവരാൻ നേരം ക്ലാസ്സിലെ ഓരോരുത്തരുടെയും പേരുകൾ വിളിച്ച് ഞാൻ പരീക്ഷ പേപ്പർ കൊടുക്കാൻ തുടങ്ങി. കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രമുഖ സ്കൂളിലെ +2 അധ്യാപകനായി ജോലി ചെയ്യുന്നു. മാത്സ് ആണ് എൻ്റെ വിഷയം. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഇപ്പോഴത്തെ കഥയല്ല. ഇത് കുറച്ച് വർഷങ്ങൾക്ക് പഴക്കമുള്ള കഥയാണ്. 20 വർഷം പഴക്കമുള്ള കഥ. അതെ, വർഷം 2003-2004. പുതിയ സിലബസിലേക്ക് കുട്ടികൾ മാറുന്നതിന് മുമ്പുള്ള അവസാനത്തെ SSLC ബാച്ച് ആയിരുന്നു അത്. അന്ന് ഞാൻ ഹൈസ്കൂൾ അധ്യാപകനാണ്. കാക്കൊല്ല പരീക്ഷയിലെ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ക്ലാസ്സിലെ ആവറേജ് എന്ന് പറയാൻ കഴിയുന്ന ഒരു കുട്ടിയുടെ പരീക്ഷ പേപ്പർ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മര്യാദക്ക് ക്ലാസ്സിൽ പോലും വരാത്ത, എന്നാൽ ബെല്ലടിച്ച് പ്രാർത്ഥന കഴിഞ്ഞ് മിക്കവാറും അവന് ക്ലാസ്സിലെത്താറുള്ളൂ. അവന് മാത്സിൽ 48 മാർക്ക്. നല്ല പോലെ പഠിക്കുന്ന എൻ്റെ ക്ലാസ്സിലെ തന്നെ, ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലെ തന്നെ 2 ടീച്ചേഴ്സിൻ്റെ മക്കൾക്ക് പോലും മാത്സ് 35 മാർക്കിൽ കൂടുതൽ ഇല്ലാത്ത സമയത്തായിരുന്നു അവന് 40-ന് മുകളിൽ മാർക്ക് വന്നത്. നല്ല പോലെ പഠിക്കുന്ന എൻ്റെ ക്ലാസ്സിലെ തന്നെ, ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെ 2 ടീച്ചേഴ്സിൻ്റെ മക്കൾക്ക് പോലും മാത്സിൽ 35 മാർക്കിൽ കൂടുതൽ ഇല്ലാത്ത സമയത്തായിരുന്നു അവന് 40-ന് മുകളിൽ മാർക്ക് വന്നത് എൻ്റെ കണ്ണിലുടക്കിയത്. അതും ഞാൻ പഠിപ്പിക്കാത്ത ഒരു പോർഷൻ ചോദ്യപേപ്പറിൽ വന്നിരുന്നു. അതിന് പോലും അവൻ ഉത്തരം എഴുതിയിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ കണ്ടപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ വന്നതായിരുന്നു അവസാനത്തെ PT പീരീഡിൽ വീണ്ടും ക്ലാസ്സിലേക്ക്. അന്നേരമുണ്ട് അവൻ ക്ലാസ്സിൽ ബഹളം വെക്കുന്ന കുട്ടികൾക്കിടയിൽ നിന്നും വിസിലടിച്ച് കളിക്കുന്നു. എൻ്റെ ദേഷ്യം വീണ്ടും ഇരട്ടിച്ചു. അവന് പറയാനുള്ളത് പോലും കേൾക്കാതെ അടിക്കാൻ തുടങ്ങി. അവൻ്റെ പേര് മനാഫ് എന്നായിരുന്നു. ഞാൻ അവനെ നോക്കിയപ്പോൾ അവൻ മുഖം കുനിച്ച് നിൽക്കുകയാണ്. ക്ലാസ്സിലെ മറ്റു കുട്ടികളെല്ലാം അവരവർക്ക് കിട്ടിയ ഉത്തര പേപ്പർ നോക്കുന്ന തിരക്കിലായിരുന്നു. ആർക്കാണ് 40-ന് മുകളിൽ മാർക്കുള്ളത്? ഞാൻ ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചു. ആരും ഒന്നും മിണ്ടാതെ എന്നെ നോക്കി നിന്നു. ആരുമില്ല എന്ന് എനിക്കറിയാം. ആർക്കാണ് 35 മുകളിൽ മാർക്കുള്ളത്? ഞാൻ വീണ്ടും ചോദിച്ചു. അതിനും ആർക്കും ഉത്തരമില്ലായിരുന്നു. ഞാൻ എൻ്റെ സഹപ്രവർത്തകരുടെ മക്കളെ നോക്കിയപ്പോൾ അവർ എൻ്റെ നോട്ടം നേരിടാൻ കഴിയാതെ മുഖം കുനിച്ചു. ഞാൻ വീണ്ടും ചോദിച്ചു, ആർക്കാണ് 30-ന് മുകളിൽ മാർക്കുള്ളത്? നേരത്തെ പറഞ്ഞ 2 പേരും പിന്നെ പെൺകുട്ടികളുടെ ഇടയിൽ നിന്നും 2 പേരും കൈ ഉയർത്തി. പിന്നെ ഉള്ളതെല്ലാം 25-നും അതിന് താഴെയുള്ള വിരലിൽ എണ്ണാൻ പറ്റാവുന്നവരും പിന്നെ പാസ് മാർക്ക് പോലും വാങ്ങാൻ കഴിയാത്തവരുമായിരുന്നു ബാക്കിലുള്ളവരിൽ ബഹുഭൂരിപക്ഷം പേരും. സാർ, പടി. ചൂരലെടുക്കാൻ പോയവൻ കയ്യിൽ ഒരു മുട്ടൻ ചൂരലുമായി കയറി വന്നു എനിക്ക് നേരെ നീട്ടി. ഇനിയും അവനെ അടിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ലായിരുന്നു. അല്ല, എൻ്റെ ദേഷ്യം കുറെ പോയി കഴിഞ്ഞിരുന്നു. ഞാൻ ക്ലാസ്സിലെ ബോർഡിൽ ഒരു മാത്സ് പ്രോബ്ലം എഴുതി വെച്ചു. എന്നിട്ട് എൻ്റെ മുന്നിലുണ്ടായിരുന്ന കുട്ടികളെ മുഴുവൻ നോക്കിക്കൊണ്ട് ചോദിച്ചു, ഇതിന് ഉത്തരം ഓരോ വഴിയും നേരായി എഴുതാൻ ആർക്കെങ്കിലും അറിയുമോ? എൻ്റെ ചോദ്യം കേട്ട് അടുത്തുള്ളവർ തമ്മിൽ നോക്കുന്നതല്ലാതെ ആരും എന്നോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ വീണ്ടും ചോദിച്ചു, ആർക്കെങ്കിലും അറിയുമോ? ആ സമയം മുന്നിലെ ബെഞ്ചിലിരുന്ന അത്യാവശ്യം പഠിക്കുന്നവൻ എഴുന്നേറ്റ് പറഞ്ഞു, സാർ, ആ പോർഷൻ ഞങ്ങൾക്ക് എടുത്തു തന്നിട്ടില്ല. ഈ ചോദ്യം പരീക്ഷയ്ക്ക് വന്നിരുന്നോ? ഞങ്ങൾ ആരും ഉത്തരം എഴുതിയിട്ടില്ല. ഞാൻ അവൻ പറഞ്ഞതിനെ തലകുലുക്കി അതെ എന്ന പോലെ. മനാഫ്, ഇവിടെ വരൂ.
കുറച്ച് മാറി നിൽക്കുന്ന മനാഫിനെ ഞാൻ വിളിച്ചപ്പോൾ അവൻ പേടിയോടെ എൻ്റെ അരികിലേക്ക് വന്നു. ഇതിനുത്തരം നീ എഴുതുമോ? അവനോട് ചോദിക്കുന്നത് കേട്ടപ്പോൾ ക്ലാസ്സിലെ കുട്ടികൾ മുഴുവൻ അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവനൊന്നും മിണ്ടാതെ ഞാൻ നിൽക്കുന്നതിനടുത്തുള്ള മേശയിലേക്ക് തന്നെ നോക്കി കണ്ണുകൾ ഉയർത്താതെ നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ശബ്ദം കുറച്ച് പരുക്കനായി ഞാൻ അവനോട് പറഞ്ഞു, എന്നാ ചോക്ക് പിടി, ഇതിനുത്തരം ഇവരെല്ലാം കാണാൻ വ്യക്തമായി എഴുത്. എൻ്റെ ശബ്ദം ഉയർന്നതും അവൻ വിറയലോടെ ചോക്ക് കയ്യിലെടുത്തു ബോർഡിനടുത്തേക്ക് നടന്നു. ആ സമയം തന്നെ സ്കൂളിലെ പിയൂൺ വന്ന് എൻ്റെ കയ്യിൽ ഒരു പേപ്പർ തന്നു. ഞാനത് വായിക്കുന്നതിനിടയിൽ ബോർഡിലേക്ക് നോക്കിയപ്പോൾ മനാഫ് ആ ചോദ്യത്തിനുള്ള ഉത്തരം എഴുതുന്നുണ്ടായിരുന്നു. ഓരോ വഴികളും വളരെ വ്യക്തമായി തന്നെ അവൻ എഴുതി അവസാനം ഉത്തരത്തിലേക്ക് എത്തി. ശരി ഉത്തരം തന്നെ എഴുതി ചോക്ക് മേശയുടെ മുകളിൽ വെച്ച് എന്നെ ഒന്ന് നോക്കി. ഞാൻ അവനോട് എന്താ പറയാന്നൊരവസ്ഥയിൽ ആയിരുന്നു ആ സമയം. ഞാൻ പഠിപ്പിക്കാത്തൊരു ഭാഗം ഒരു തെറ്റും കൂടാതെ അവൻ ചെയ്തിരിക്കുന്നു. ആ ഭാഗം ഉത്തരക്കടലാസിൽ കണ്ടിട്ടായിരുന്നു ഞാൻ അവനെ തല്ലി ചൂറിൽ പോലും ഒടിച്ചു കളഞ്ഞത്. അവൻ കോപ്പി അടിച്ചതാണോ എന്ന് കരുതി ഞാൻ അവനോട് അവൻ്റെ സീറ്റിൽ പോയിരിക്കാൻ പറഞ്ഞു. അവന് കൊടുക്കാതെ മാറ്റിവെച്ചിരുന്ന അവൻ്റെ ഉത്തരക്കടലാസ് കയ്യിലെടുത്തു. അതിൽ ഞാൻ കൂട്ടിയിട്ട് എഴുതിയിരിക്കുന്ന അവൻ്റെ 50-ൽ 48 എന്ന മാർക്ക് എന്നെ നോക്കി കൊഞ്ഞനം കുത്തുന്ന പോലെ. പടച്ചോനെ, ഞാൻ ഈ കുട്ടിയാണല്ലോ അടിച്ചത്. എൻ്റെ ഉള്ളിൽ എന്തോ ഒരു വേദന നിറഞ്ഞു വരുവാൻ തുടങ്ങി. അവൻ്റെ പേപ്പർ എടുത്ത് മേശയുടെ മുന്നിലേക്ക് വന്ന് ചാരി നിന്നു. അവനെ നോക്കിയപ്പോൾ അവൻ ആരെയും ശ്രദ്ധിക്കാതെ ഡെസ്കിലേക്ക് തല കൊമ്പിട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഞാൻ അടിച്ചതിനേക്കാൾ വേദന അവനൊരു കോപ്പിയടിക്കാരനാണെന്ന് മുഴുവൻ കുട്ടികൾക്കും കേൾക്കെ വിളിച്ചു പറഞ്ഞായിരിക്കാം. മനാഫ്, സ്റ്റാൻഡപ്പ്. ഞാൻ അവനെ നോക്കി വിളിച്ചെങ്കിലും അവൻ എൻ്റെ ശബ്ദം കേട്ടില്ലെന്ന് തോന്നുന്നു. തൊട്ടടുത്ത കൂട്ടുകാരൻ അവനെ തോണ്ടി ചെവിയിൽ പറഞ്ഞപ്പോഴായിരുന്നു അവൻ ചാടി എഴുന്നേറ്റ് നിന്ന് എന്നെ നോക്കിയത്. അവനെ നോക്കിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നിട്ടുണ്ട്. ആ കണ്ണുനീർ തുള്ളികൾ അവൻ്റെ കവിളിലൂടെ ഒഴുകി മുന്നിലെ ഡെസ്കിലേക്ക് കൂടെ ഇറ്റി വീണു. സ്റ്റുഡൻറ്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. മുന്നിലെ കുട്ടികളോട് ഞാൻ പറയുന്നത് കേട്ടപ്പോൾ എല്ലാവരും എന്നെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മാഷിന് എന്ത് തെറ്റാ പറ്റിയെന്നറിയാതെ ഞാൻ എല്ലാവരെയും ശ്രദ്ധിച്ചുകൊണ്ട് അവസാനം എൻ്റെ നോട്ടം മനാഫിലേക്ക് തന്നെ വന്നു. ഈ ക്ലാസ്സിൽ ഇന്ന് ആർക്കാണ് മാത്സിൽ കൂടുതൽ മാർക്കുള്ളത്? ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാവരുടെയും നോട്ടം ക്ലാസ്സിലെ ഒരു ടീച്ചറുടെ മകനായിരുന്ന വരുണിലേക്കായിരുന്നു പോയത്. അവന് തന്നെയായിരുന്നു അവരുടെ അറിവിൽ ക്ലാസ്സിലെ ഉയർന്ന മാർക്ക് 33. വരുൺ എഴുന്നേറ്റ് നിന്നപ്പോൾ ഞാൻ അവനോട് ഇരിക്കാനായി കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് മുഴുവൻ കുട്ടികളായി പറഞ്ഞു, വരുണിനല്ല ക്ലാസ്സിലെ ടോപ്പ് മാർക്ക്, അതിവനാണ്, ഈ മനാഫിനാണ്. ഞാൻ പറയുന്നത് കേട്ടപ്പോൾ എല്ലാ കുട്ടികളുടെയും നോട്ടം മനാഫിന് നേരെയായി. ഇവനാണ് ഈ ക്ലാസ്സിൽ ഉയർന്ന മാർക്കുള്ളത്, അതും 34 35 ഒന്നുമല്ല, 48 മാർക്കാണ് മനാഫിനുള്ളത്. നിങ്ങളെല്ലാവരും നല്ലൊരു കയ്യടി കൊടുത്തേ. ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും അവനെ അനുമോദിച്ചുകൊണ്ട് നിർത്താതെ കൈയടിച്ചു. അവൻ്റെ മുഖത്തും ഇത്തിരി സന്തോഷം വരുന്നത് പോലെ എനിക്കൊരു തെറ്റിദ്ധാരണ വന്നു. ഇവന് മാത്രം 40-ന് മുകളിൽ മാർക്ക് കണ്ടപ്പോൾ അവൻ എഴുതി ശരിയാക്കിയത് തന്നെയാണോ എന്ന് പോലും ഓർക്കാതെ, അറിയാൻ ശ്രമിക്കാതെ ഞാൻ അവനടിച്ചത്. എൻ്റെ മുഖത്ത് വിഷാദഭാവം എൻ്റെ മനസ്സിലെ കുട്ടികളിലേക്കും നിറഞ്ഞിരുന്നു. മനാഫ്, ഇവിടെ വരൂ. ഞാൻ അവൻ എൻ്റെ അരികിലേക്ക് വിളിച്ചു. എൻ്റെ അരികിലെത്തിയതും ഞാൻ അവനെ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മനാഫേ, മോനെ, സോറിയടാ. ഞാൻ അറിയാതെയാണ് നിന്നെ അടിച്ചത്. നിന്റെ മനസ്സ് വേദനിച്ചതിൽ എനിക്ക് അവനോട് ക്ഷമ ചോദിക്കാൻ പോലും കഴിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവനെ പെട്ടെന്ന് എൻ്റെ കയ്യിലേക്ക് കയറി പിടിച്ചു.
അവന് വേണ്ടാന്ന പോലെ തലയാട്ടി, മാപ്പ് പറയരുതെന്ന പോലെ. അപ്പോഴും ഞാൻ അവൻ്റെ മുന്നിൽ ചെറുതായി പോയതുപോലെ അവൻ്റെ മനസ്സിന് മുമ്പിൽ എൻ്റെ മുന്നിൽ നിൽക്കുന്നവനെ കെട്ടിപ്പിടിച്ച് എൻ്റെ കയ്യിൽ 2 ദിവസം മുമ്പ് അളിയൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വലിയ കൂടിയ വാച്ചുണ്ടായിരുന്നു. ഞാൻ അത് ഊരിയെടുത്ത് അവൻ്റെ കയ്യിലേക്ക് കെട്ടിക്കൊടുത്തു. അവൻ എന്നെ തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഇത് മാഷ സമ്മാനാണ്, പഠിച്ച ഉയരങ്ങളിൽ എത്തണം. ആ സമയം അവൻ്റെ മുഖം വല്ലാത്തൊരു തെളിച്ചത്തോടെ സുന്ദരനായിരുന്നു. അവൻ എന്നെ നോക്കി ഇഷ്ടത്തോടെ പുഞ്ചിരിച്ചു. നോക്കൂ, ചില കുട്ടികൾ ഇങ്ങനെയാണ്. ഒരു ക്ലാസ്സിൽ തന്നെ 1 or 2 പേരെ ഉണ്ടാവൂ നമ്മൾ വളരെ മോശം കുട്ടിയാണെന്ന് കരുതുന്നവർ. മാത്സ് ഒരു ഇടങ്ങേറിയ വിഷയമായിരുന്നെങ്കിലും അവർക്കത് സിമ്പിളായിരിക്കും. മറ്റൊരു വിഷയത്തിലും മാർക്കില്ലെങ്കിലും മാത്സിൽ അവർ നമ്മെ നെറ്റിച്ചു കൊണ്ടിരിക്കും. അതിലൊരാളായിരുന്നു മനാഫ്. കഥ എഴുതിയത് നൗഫു. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.